ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വളരെ മനോഹരമായിരുന്നു. ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്നു, 2 കലാലയങ്ങളിലെ പ്രിൻസിപ്പലുമായിരുന്നു. ഈ 2 കോളേജുകളിലും കഴിഞ്ഞ ആഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഈ 2 സംഗമങ്ങളിലും ഒരു പ്രധാനപ്പെട്ട റോള് ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ കൊടുങ്ങല്ലൂർ KKTM കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ സംഘാടക സമിതി ചെയർപേഴ്സൺ ഞാനായിരുന്നു. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളും എന്നോട് ആവശ്യപ്പെട്ടു, ഇത് നടത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ മിസ് ഉണ്ടാവണം, ഞങ്ങൾക്ക് മിസ്സിൻ്റെ ഗൈഡൻസ് വേണം. അത് ഞാൻ ഏറ്റെടുത്തു. ഏതായാലും 2 നല്ല ഭംഗിയായിട്ട് നടന്നു. അതിൽ വന്ന് പങ്കെടുത്തവർക്കൊക്കെ നല്ല സന്തോഷമുണ്ടായി. പക്ഷെ അതിലൊക്കെ അധികം സന്തോഷം ഉണ്ടാകുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്നവർക്കാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തോന്നും, അല്ലേ? മഹാരാജാസ് കോളേജിൻ്റെ സംഗമത്തിൻ്റെ ദിവസം ഞാനൊരു പ്രഭാഷണം ഏറ്റിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുറച്ച് അകലെയുള്ള സ്ഥലത്താണ്, പുത്തൻവേലിക്കര. എറണാകുളത്ത് നിന്ന് പുത്തൻവേലിക്കരയ്ക്ക് പോകണമെങ്കിൽ ഒരു 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ഉണ്ട്. എന്തായാലും ഞാൻ വൈകുന്നേരം വരെ മഹാരാജാസിലെ പരിപാടികളിൽ പങ്കെടുത്തിട്ട് അങ്ങോട്ട് പോയി. എൻ്റെ കാറെടുത്ത് ഡ്രൈവ് ചെയ്താണ് ഞാൻ പോയത്. പോകുന്ന വഴിയൊന്നും അത്ര നല്ലതൊന്നുമല്ല കേട്ടോ, കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന സമയമാണ്. എന്നാലും പകൽ നടത്തിയ ആ പ്രോഗ്രാമിൻ്റെ ഊർജ്ജത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് പുത്തൻവേലിക്കര എത്തി. ആ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും രാത്രി 9 മണിയായി. ഒരു 10:30 മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഡ്രൈവ് ചെയ്ത് ഞാൻ തിരിച്ചു പോരുമ്പോൾ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസിനെ കുറിച്ച് അഭിമാനവും തോന്നി. സ്ട്രീറ്റ് ലൈറ്റില്ല, ഈ വഴിയിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണേ. അപ്പോൾ വളഞ്ഞും പുളഞ്ഞും ഒക്കെ കിടക്കുന്ന വഴികളാണ്. എന്നാലും ആ വഴിയിലൂടെ ഡ്രൈവ് ചെയ്തപ്പോൾ അതൊരു വിഷമമായിട്ട് ഞാൻ എടുത്തില്ല. എനിക്കതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ പകലത്തെ ഒരു ആഘോഷവും ആ വൈകുന്നേരത്തെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു വലിയൊരു അപ്രീസിയേഷൻ, അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അത് നമ്മുടെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസണായി ഒരു 10 വർഷം പൂർത്തിയാക്കുന്ന എനിക്ക് ഇതൊക്കെ സാധിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമൊക്കെ തോന്നി. ഈ അമ്പട ഞാനേ എന്നുള്ളൊരു സിനിമ പണ്ടുണ്ടായിരുന്നു, അതുപോലെയുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ അതൊരു ശല്യമായിട്ട് കരുതാതെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നമ്മളെ കാത്തിരിക്കുന്ന സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇപ്പോൾ ജനുവരി ഏകദേശം കഴിയാറായി. നമ്മൾ ഈ പുതുവർഷവും വളരെ ആവേശത്തോടു കൂടി ആരംഭിച്ചു. പല പദ്ധതികളും നമ്മുടെ കയ്യിലുണ്ട്. അത് നടപ്പാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വിധത്തിലുള്ള പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ, ഏത് കാര്യവും നടത്തണമെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഹാബിറ്റ്സാണ്. നമുക്കെല്ലാവർക്കും നല്ലൊരു മോർണിംഗ് റുട്ടീൻ വേണം. മോർണിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളുണ്ട്, നന്നാകണമെന്ന് മോഹമുണ്ടെങ്കിലും ഈ രാവിലെ കൂടെ എഴുന്നേൽക്കുമ്പോൾ പലർക്കും ക്ഷീണാവസ്ഥയാണ്. പലരും പറയുന്ന കേട്ടിട്ടില്ല, എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തലയ്ക്കൊരു കനം പോലെ, ഭയങ്കര ക്ഷീണം, ഒരു എനർജി ഇല്ലാത്ത പോലെ, ഒരു മൂഡില്ല. ഈ ഒരു ലെവലിലാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നതെങ്കിൽ അന്നത്തെ മോർണിംഗ് റുട്ടീൻ അതിൻ്റെ കാര്യം തഥൈവ. അതുമാത്രമല്ല, കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കും ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്നോ, നമ്മൾ മോർണിംഗ് റുട്ടീൻ, മോർണിംഗ് ഹാബിറ്റ്സ് അതിനെപ്പറ്റിയൊക്കെ ഗൗരവതരമായി ചിന്തിച്ചിട്ടുണ്ട്, അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ വിട്ടുപോകുന്നു. ഈ മോർണിംഗ് റുട്ടീൻ കൃത്യമായിട്ട് നടത്താൻ നമ്മൾ സെറ്റാകേണ്ടത് ആ ദിവസമല്ല, തലേ ദിവസമാണ്. അവിടെ നമ്മളൊരു ഈവനിങ് റുട്ടീനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതില്ലാതെ വരുന്നത് കൊണ്ടാണ് രാവിലത്തെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈവനിങ് റുട്ടീൻ, ഈവനിങ് ഹാബിറ്റ്സ് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കേട്ടോ. നിങ്ങളത് ആദ്യം തുടങ്ങി അവസാനം വരെ കാണണം. ഈ മോർണിംഗ് റുട്ടീൻ പ്രായോഗികമാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരുപാട് പേര് സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു ഈവനിങ് റുട്ടീൻ സെറ്റ് ചെയ്തതോടുകൂടി എൻ്റെ ജീവിതം അടിമുടി മാറി. എനിക്ക് മനസ്സിലായി എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ പ്രശ്നം സത്യത്തിൽ ഈവനിങ് റുട്ടീൻ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അതേക്കുറിച്ച് ഞാൻ ഗൗരവമായിട്ട് ചിന്തിക്കാതിരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ഈവനിങ് റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ നടപ്പിലാക്കാം, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും ഡേ ആരംഭിക്കുന്ന സമയം പ്ലാൻ ചെയ്യാറുണ്ട്. അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ
ഒരു ദിവസം എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു ക്ലോഷർ ടൈം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ആക്ടിവിറ്റീസ് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്. രാത്രി 9 മണിക്ക് എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ഒന്ന് റെഡിയാകും അല്ലേ. മറ്റേത് അങ്ങനെയല്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ അതും ഇതുമൊക്കെ ചെയ്ത് നടന്ന് പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കുമ്പോഴായിരിക്കും അയ്യോ സമയം പോയി. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തു തീർത്ത് ഉറങ്ങാൻ നോക്കും. കിടന്നു കഴിയുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. കാരണം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് കംപ്ലീറ്റായി സ്വസ്ഥമാകാനുള്ള ഒരു സമയം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. വൈകുന്നേരം കുറേ സമയം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ആ സമയം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും വീട്ടിലുള്ളവരോട് സംസാരിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ ഈ ഡേ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. രാത്രിയിലത്തെ ഡിന്നറ്, അത്യാവശ്യം കുളി, പിന്നെ ചെയ്യേണ്ട ചില ജോലികൾ, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു 9 മണി സമയം നമ്മുടെ മനസ്സിലുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ നോക്കും. 9 മണിക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഡിന്നർ അതിനു മുമ്പേ കഴിക്കണം. 8 മണിക്ക് മുമ്പേ ഡിന്നർ കഴിക്കുന്ന ഒരു രീതി. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ രാത്രി വീട്ടിൽ വന്ന് ചില ഒഫീഷ്യൽ ജോലികൾ ചെയ്യാനുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനൊരു ക്ലോഷർ ടൈം വെച്ചിട്ട് അതിനു മുമ്പ് നമ്മൾ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങൾ, അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ബോധം നമുക്കുണ്ടാവും. അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കാം. 9 മണിക്ക് നമ്മൾ ഡേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട എന്നൊന്നുമില്ല കേട്ടോ. ഓരോ ദിവസവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് സമയം നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കാം. പിന്നെ അവിടെ ചെയ്യാവുന്നൊരു കാര്യം, ഇന്ന ജോലികൾ ഇന്നെനിക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല, അപ്പം നാളെ അത് ചെയ്തു തീർക്കണം, നാളെ അതിന് പ്രയോറിറ്റി കൊടുക്കണം, നാളെ അത് എപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്ലോഷർ ടൈം മനസ്സിലില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ദേ സമയമായി 11 മണിയായി, 11:30ആയി, 12 മണിയാകുമ്പോൾ പോകുന്നു. ഞാൻ പലതും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു, ഉറങ്ങണം. നമ്മൾ പോയി കിടക്കുന്നു, പക്ഷെ സമാധാനം ഉണ്ടാവില്ല. കാരണം പല സംഗതികളും ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് നമ്മളെ ഒരുപാട് അസ്വസ്ഥരാക്കും. അതേസമയം ഒരു ടൈം വെച്ച് കഴിഞ്ഞ് ആ സമയത്ത് നമ്മളൊന്ന് നോക്കുക എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഈ സമയത്ത് കുറച്ചും കൂടി വല്ലതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ബാക്കി എന്തൊക്കെ ചെയ്യാനുണ്ട് അത് നമുക്കറിയാം, അത് നാളെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലിയറായി. അവിടെ ഒരു സമാധാനക്കുറവ് നമുക്കുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തായാലും ഒരു ഈവനിങ് റുട്ടീൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോർണിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കാനാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം, നമ്മൾ രാവിലെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതോടനുബന്ധിച്ച് തലേ ദിവസം ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു 15 മിനിറ്റ് സമയം അതിനുവേണ്ടി ചെലവഴിക്കുക. അത് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല, അതിനുവേണ്ടി ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ വളരെ വളരെ സിമ്പിളാവും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാണോ എന്നൊന്ന് നോക്കുക. പിറ്റേ ദിവസം ഇടേണ്ട ഡ്രസ്സ് ഒന്ന് എടുത്തു വെക്കുക. തലേ ദിവസം എടുത്തു വെക്കുമ്പോഴേ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ വലിയ ടെൻഷൻ ഇല്ലാതെ അതൊക്കെ എടുത്തു വെക്കാൻ സാധിക്കും. അതേസമയം സമയം പോയി എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ പലതും ചെയ്യുമ്പോൾ സ്ട്രെസ്ഡായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രാത്രി ചെയ്യുമ്പോൾ അതിന് വളരെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം എടുത്തു വെക്കാൻ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. പിറ്റേ ദിവസം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകാനുണ്ടെങ്കിൽ അതിനുവേണ്ട പേപ്പേഴ്സ്, ഫയൽ അതെല്ലാം എടുത്തു വെക്കുക. രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെല്ലാം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മിക്കവാറും നടക്കില്ല. നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന പല സാധനങ്ങളും നമുക്ക് കണ്ടെത്താൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു മനസ്സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ഒരു 15 മിനിറ്റ് മതിയാവും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഡിസോർഗനൈസ്ഡ് ആയിരിക്കാതെ എല്ലാം ഒന്നൊരു ഓർഗനൈസ്ഡ് വെയിലാക്കുക. നല്ല സമാധാനത്തോടുകൂടി നമുക്ക് പിറ്റേ ദിവസം ഉണരാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യണം എന്നുദ്ദേശിക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതിലേറ്റവും പ്രധാനമാണ് അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ. അതിലൊന്നാണ് പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മൾ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത് അത് നമ്മളായിത്തീർന്നു എന്ന രീതിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ചില വാചകങ്ങളില്ലേ, നമുക്ക് സന്തോഷമുള്ള ആളായിട്ട് മാറണമെങ്കിൽ നമ്മുടെ പോസിറ്റീവ് അഫർമേഷൻ, ഐ ആം എ ഹാപ്പി പേഴ്സൺ,
ഐ ആം എൻ എനർജറ്റിക് പേഴ്സൺ. ഇങ്ങനെ പല എഫർമേഷൻസും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഐ ആം ഹാവിങ് എ ബെറ്റർ കരിയർ. ഇത് വീണ്ടും ഒന്ന് മനസ്സിലിട്ട് ആവർത്തിക്കാനുള്ള നല്ലൊരു സമയമാണ്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നല്ല ചിന്തകൾ ഉണ്ടാക്കാനുള്ളൊരു മാർഗമാണിത്. വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തോടെ അവസാനിക്കാൻ പോവല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇന്ന് നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായി, 2-3 കാര്യങ്ങൾ ഓർത്തെടുക്കുക, കുറിച്ചു വെക്കുക. ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന് വളരെ വലിയൊരു പ്രയോജനം ഉണ്ടാവും. കാരണം നമ്മുടെ മനസ്സ് വളരെ പോസിറ്റീവാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ആ ഒരു പോസിറ്റിവിറ്റിയോടുകൂടി നമുക്ക് ഉറങ്ങാൻ സാധിക്കും. 4ാമത്തെ കാര്യം, മൊബൈൽ, ഇൻ്റർനെറ്റ്, TV ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുക. പകരം കുറച്ച് സമയം എഴുതാനും വായിക്കാനും നമുക്ക് ഉപയോഗിക്കാം. ഈ സമയത്ത് ഒരു ഡയറി എടുത്തിട്ട് അന്നുണ്ടായ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതുക. ഒരു പുസ്തകത്തിൻ്റെ 10 പേജ് വായിക്കുക. എന്തുമാത്രം പുസ്തകങ്ങളുണ്ടല്ലേ വായിച്ചു തീർക്കാൻ. നല്ല പുസ്തകങ്ങൾ, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കാൻ സഹായിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. അത് അന്നത്തെ ദിവസം അതിനുള്ള സമയം കഴിഞ്ഞു എന്ന് തീരുമാനിക്കുക. 5ാമത്തെ കാര്യം, ഇനി കുറച്ച് സമയം പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളിനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ പോവാണ്, ഉറക്കം. അപ്പോൾ അതിന് മുൻപായി നമ്മൾ പ്രാർത്ഥിക്കുന്നതും കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സൂപ്പറായിട്ടുള്ള ഒരു പവറുണ്ട്. നമ്മളതിനെ ദൈവം എന്ന് വിളിക്കുന്നു. ആ ദൈവത്തിലുള്ള ട്രസ്റ്റ് നമുക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. പ്രതിസന്ധികളിൽ എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇത് തരുന്ന സമാധാനവും ആത്മവിശ്വാസവും വളരെ വലുതല്ലേ. മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കുക. അതിന് പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. 6ാമത്തെ കാര്യമാണ്, ഈവനിങ് റുട്ടീനിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. ഈവനിങ് റുട്ടീൻ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതിനധികം സമയമൊന്നും വേണ്ട. നമ്മൾ 9 മണിക്ക് ഒരു ഡേ ക്ലോസ് ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം റുട്ടീൻ തുടങ്ങി. അത് കഴിഞ്ഞ് ലാസ്റ്റ് പാർട്ടാണ് ഉറക്കം. എത്ര മണിക്കൂർ ഉറങ്ങണം അത് തീരുമാനിക്കണം. അത് നമുക്ക് വ്യക്തിപരമായിട്ട് തീരുമാനിക്കാൻ പറ്റും എപ്പോഴാണ് ഞാൻ ഉറങ്ങേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകൃതി നിയമം അനുസരിച്ച് നമ്മൾ നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യേണ്ടവരാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കങ്ങനെ സാധ്യമാകണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, ഉറങ്ങാൻ വേണ്ടി കൃത്യമായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക, ആ സമയത്ത് ഉറങ്ങുക എന്നുള്ളത്. അതിന് നമ്മളെ സഹായിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രെയിനിന് നമ്മൾ ഉറങ്ങാൻ പോവാണ്, നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബൈൽ, ഇൻ്റർനെറ്റ് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ബ്രെയിനിന് മെസ്സേജ് കിട്ടും, ഉറങ്ങാനുള്ള സമയമായി. ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറില്ലേ, ആളുകൾ ഈ ഉറങ്ങേണ്ട സമയം മുഴുവൻ ഈ മൊബൈലിൽ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. ആ നീല വെളിച്ചം തീർച്ചയായിട്ടും ബ്രെയിനിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സമാധാനമായിട്ട് ഉറങ്ങും, ബാക്കി നമുക്ക് നാളെ നോക്കാം. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരാറുണ്ട്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, കിടന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ്, ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് വേറെ ഒന്നിലേക്ക് ശ്രദ്ധ പോകാതെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് നമ്മളങ്ങ് ഉറങ്ങിപ്പോവും കേട്ടോ. ഒരേ പൊസിഷനിൽ കിടക്കണം. ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ ഉറക്കം കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഒരേ പൊസിഷനിൽ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടന്ന് ചരിഞ്ഞ് കിടക്കാം, നിവർന്ന് കിടക്കാം, അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് ബ്രീതിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് കിടന്നു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോയിക്കോളും. അപ്പം നമ്മുടെ ഈവനിങ് റുട്ടീൻ സെറ്റായി. നമ്മുടെ ഇന്നത്തെ എൻവയോൺമെൻറ്റിൽ നമ്മുടെ നൈറ്റ് ലൈഫൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച ഈവനിങ് റുട്ടീൻ 9 മണിക്ക് ഡേ ക്ലോസ് ചെയ്യുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാം. അപ്പം നമുക്ക് തികച്ചും പ്രായോഗികമായിട്ട് ചിന്തിക്കാം, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ വേണം, അതേക്കുറിച്ചുള്ള ഒരു തീരുമാനം. പിന്നെ നമ്മുടെ പ്രത്യേക ചുറ്റുപാടിൽ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോഴും നമുക്കൊരു ക്ലോഷർ ഉണ്ടാവണം. ഏത് ടൈമിലാണ് ഞാൻ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്,
അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് തീരുമാനിക്കാം. തീരുമാനം ഉണ്ടാവണം. ചില പ്രത്യേക ദിവസങ്ങളിൽ ഈവനിങ് റുട്ടീൻ ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. കുഴപ്പമില്ല. കുറച്ച് ദിവസമൊന്നും നമ്മളെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോണില്ല. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു 4-5 ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയും. ഈ 4-5 ദിവസം ബ്രേക്കായി എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. നമുക്ക് വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരാം. ഈവനിങ് റുട്ടീനിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് സമയമില്ലെങ്കിൽ നമുക്ക് ലഭ്യമായ സമയം ഡിവൈഡ് ചെയ്ത് അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി ചില ദിവസങ്ങളിൽ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വി ക്യാൻ കം ബാക്ക്. ഇതെല്ലാം പോസിബിളാണ്. അവിടെയും നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. കാര്യങ്ങൾ എങ്ങനെ ചെയ്യാതിരിക്കാമെന്നല്ല ആലോചിക്കേണ്ടത്, കാര്യങ്ങൾ എങ്ങനെ നടത്താം, അതായിരിക്കണം നമ്മുടെ ഓറിയൻറ്റേഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈവനിങ് റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഡേ തുടങ്ങാനൊരു സമയം നമുക്കുണ്ട്, ഡേ അവസാനിപ്പിക്കാനുള്ളൊരു സമയം ഉണ്ടാവണം. ആ ഡേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക, അതാണ് ഈവനിങ് റുട്ടീൻ. അപ്പോൾ 2026 എൻ്റെ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഒരു ഈവനിങ് റുട്ടീൻ. ഒരു മാസത്തെ ഒരു ചലഞ്ച്, ഈവനിങ് റുട്ടീൻ. ഈ ചലഞ്ചിലേക്ക് നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.